ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVS ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റാണ്. ദി പവർ ഓഫ് ക്ലീൻലിനെസ് എന്നാണ് 4ാമത്തെ ചാപ്റ്ററിൻ്റെ നെയിം. അത് വൃത്തി നൽകും ശക്തി, അല്ലേ? വൃത്തി കൊണ്ടുണ്ടാവുന്ന ശക്തി, പവർ. ക്ലീൻലിനെസ്സിൻ്റെ പവർ, അല്ലേ? വൃത്തിൻ്റെ ശക്തി, അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോന്നായി നോക്കാം. ഇവിടെ എന്താണ്? ഒരു ഡോക്ടറും കുറച്ച് കുട്ടികളും ഉണ്ടല്ലേ. ഡോക്ടർ എന്താണ് പറയുന്നത്? യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ക്ലീനിനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഹെൽത്തി ലൈഫ്. ഹാവ് നോട്ട് യു? പ്ലീസ് ആസ്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട്. അല്ലേ? എന്താണ്? യു ഹാവ് അണ്ടർസ്റ്റുഡ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്ലീനിനെസ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്, പ്രധാനപ്പെട്ടതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹെൽത്തി ലൈഫ്, ആരോഗ്യപരമായ ജീവിതത്തിന് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ക്ലീനിനെസ്, വൃത്തി പ്രധാനപ്പെട്ടതാണ്. വൃത്തി ഉണ്ടെങ്കിലേ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ, അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, സംശയങ്ങൾ ചോദിക്കാനാണ് പറയുന്നത്. ദി ഡോക്ടർ ഹാൻഡിൽഡ് എ ക്ലാസ് ഓൺ പേഴ്സണൽ ഹൈജീൻ ഫോർ ദി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ്? പേഴ്സണൽ ഹൈജീനെ കുറിച്ചിട്ട്, അതായത് വൃത്തിയെ കുറിച്ചിട്ട്, അല്ലേ? വൃത്തിയെ കുറിച്ചിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദി സ്കൂൾ പാർലമെൻറ്റ് നടത്തുന്ന പ്രോഗ്രാമാണ്. അത് ഓർഗനൈസ് ചെയ്തത്, അത് നടത്തുന്നത് ആരാണ്? സ്കൂൾ പാർലമെൻ്റ് ആണ്, സ്കൂളിലെ പാർലമെൻ്റ് ആണ്. ദി ചിൽഡ്രൻ ആസ്ക്ഡ് മെനി ഡൗട്ട്സ്, അല്ലെ? കുട്ടികൾ എന്താണ്? കുറേ ഡൗട്ട്സ്, സംശയങ്ങൾ ചോദിച്ചു. ദി ഡോക്ടർ ക്ലിയർഡ് ആൾ ദർ ഡൗട്ട്സ്, അവരുടെ എല്ലാ ഡൗട്ട്സും സംശയങ്ങളും ഡോക്ടർ ക്ലിയർ ചെയ്ത് കൊടുത്തു, അതായത് തീർത്തു കൊടുത്തു. ലെറ്റസ് റീഡ് വാട്ട് അലൻ റോട്ട് ഇൻ ഹിസ് നോട്ട്ബുക്ക് ആഫ്റ്റർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി ക്ലാസ്. ഈ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം, പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം അലൻ എന്തൊക്കെയാണ് അവൻ്റെ നോട്ട് ബുക്കിൽ എഴുതിയതെന്ന് നമുക്ക് നോക്കാം. There are chances that our hands go dirty while we play or do other activities. There are chances, സാധ്യതയുണ്ട്. that our hands go dirty, നമ്മുടെ കൈകൾ ഡേർട്ടി ആവാനില്ലേ, അഴുക്കാവാൻ സാധ്യതയുണ്ട്. എപ്പോഴൊക്കെയാണ്? while we play or do other activities, നമ്മൾ കളിക്കുമ്പോഴും വേറെ എന്തെങ്കിലും ചെയ്യുമ്പോഴും കൈകളിൽ അഴുക്കാവാൻ, ഡേർട്ടി ആവാൻ സാധ്യതയുണ്ട്. germs will be destroyed when we wash our hands with soap. അല്ലേ? സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുമ്പോൾ, കഴുകുമ്പോൾ ജേംസ്, അല്ലേ? ജേംസ്, കീടാണുക്കളൊക്കെ എന്താണ്? ഡിസ്ട്രോയ് ആവും, അതായത് നശിച്ചു പോകും, അല്ലേ? അലന് മനസ്സിലായ കാര്യങ്ങളാണ് അവൻ്റെ ബുക്കിൽ എഴുതിയത്. എന്തൊക്കെയാണ്? അല്ലേ? നമ്മൾ കളിക്കുമ്പോൾ എന്താണ്? നമ്മുടെ കൈകളിൽ എന്താണ്? അഴുക്കുണ്ടാവും, ഡേർട്ടി ആവാൻ ചാൻസ് ഉണ്ട്. അതെന്താണ്? നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ അതെന്താണ്? ക്ലീൻ ആവും, അല്ലേ? ആ അണുക്കളൊക്കെ, ജേംസൊക്കെ നശിച്ചു പോയിട്ട് നമ്മുടെ കൈകൾ ക്ലീൻ ആവും. നമ്മൾ നല്ലോണം വാഷ് ചെയ്യണം, അല്ലേ? നമ്മുടെ ഹാൻഡ്സൊക്കെ, കൈകൾ. യു ജസ്റ്റ് കെയിം ഫ്രം ദി സ്കൂൾ, ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫേസ് വിത്ത് സോപ്പ്. അല്ലേ? അമ്മ എന്താണ് പറയുന്നത്? നീ എന്താണ്? ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. യു ജസ്റ്റ് കെയിം ഫ്രം ദി സ്കൂൾ, ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ്, അല്ലേ? പോയി നിൻ്റെ കൈകൾ വാഷ് ചെയ്യൂ, കഴുകൂ. ആൻഡ് ഫേസ്, മുഖവും കഴുകൂ. വിത്ത് സോപ്പ് ഉപയോഗിച്ച് കൈയും മുഖവും കഴുകാനാണ് പറയുന്നത്, അല്ലേ? സ്കൂൾ വിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? കൈയും മുഖമൊക്കെ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. എന്തിനാണ് അങ്ങനെ കഴുകുന്നത്? അല്ലേ? ജേംസ്, അണുക്കളൊക്കെ നശിച്ചു പോവാനാണ്. വൈ ഡസ് ദി ടീച്ചർ ടെൽ അസ് ടു വാഷ് അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദി ടോയ്ലറ്റ്? അല്ലേ? ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം എന്തിനാണ് ടീച്ചർ കൈകൾ വാഷ് ചെയ്യാൻ പറഞ്ഞത്? എന്തിനാണ്? ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം കൈ കഴുകുന്നത് എന്തിനാണ്? അല്ലേ? ജെംസ് ഉണ്ടാവും, അതായത് അണുക്കൾ ഉണ്ടാവും, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കൈ നല്ലോണം വാഷ് ചെയ്യാൻ പറയുന്നത്. ഹാവ് യു സീൻ ദി പിക്ചേഴ്സ്? നിങ്ങളെന്താണ് ഈ പിക്ചേഴ്സ് കണ്ടോ? ഓൺ വാട്ട് ഒക്കേഷൻ ഷുഡ് വി വാഷ് ആൻഡ് ക്ലീൻ അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്? അല്ലേ? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ നമ്മുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടത്? അല്ലേ? എങ്ങനെയൊക്കെയാണ്? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മുടെ കൈകൾ ഇങ്ങനെ വാഷ് ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ബിഫോർ ഈറ്റിംഗ് ഫുഡ്, അല്ലേ? നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ എന്താണ്? നമ്മൾ കൈ കഴുകിയിട്ടേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ് കഴിച്ചതിന് ശേഷവും നമ്മൾ കൈകൾ കഴുകണം. പിന്നെ എന്തിനൊക്കെയാണ് കൈ കഴുകേണ്ടത്? ആഫ്റ്റർ യൂസിങ് ദി ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം കൈകൾ കഴുകണം. ആഫ്റ്റർ ട്രാവലിംഗ്, അല്ലേ? യാത്ര ചെയ്തതിന് ശേഷം കൈകൾ കഴുകണം. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൈ കഴുകേണ്ടത്? ആഫ്റ്റർ കെയിം ഫ്രം സ്കൂൾ, അല്ലേ? സ്കൂൾ വിട്ട് വന്നാൽ നമ്മളെന്താണ്? കൈ കഴുകണം. പിന്നെ എപ്പോഴാണ്? ആഫ്റ്റർ പ്ലേയിങ് ഔട്ട്സൈഡ്, അല്ലേ? പുറത്ത് പോയി കളി കഴിഞ്ഞിട്ട് നമ്മൾ കൈകൾ കഴുകണം. ക്ലീൻ ഹാൻഡ്സ്, അല്ലേ? ക്ലീൻ ആയിട്ടുള്ള, വൃത്തിയുള്ള കൈകൾ. ഫ്രണ്ട്സ്, ആർ യുവർ ഹാൻഡ്സ് ക്ലീൻ? നിങ്ങളുടെ ഹാൻഡ്സ്, കൈകൾ എന്താണ്? വൃത്തിയുള്ളതാണോ? ഷാൾ വി ചെക്ക്? നമുക്കെന്താണ് ചെക്ക് ചെയ്യാം, അല്ലേ? വൃത്തിയുള്ളതാണോ എന്ന് നോക്കാം. ടേക്ക് എ ബക്കറ്റ് ഓഫ് വാട്ടർ, അല്ലേ? ഒരു ബക്കറ്റ് വെള്ളം എടുക്കാൻ, ബക്കറ്റ് നിറയെ വെള്ളം എടുക്കുക. ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഫ്രം ഇറ്റ്, അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മാറ്റി വെക്കുക. ആൻഡ് കീപ്പ് ഇറ്റ് ഓൺ ദി ടേബിൾ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ടേബിളിൻ്റെ മുകളിൽ വെക്കുക, അല്ലേ? ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക ആദ്യം, ആ ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് നല്ല വെള്ളം ടേബിളിൻ്റെ മുകളിൽ മാറ്റി വെക്കുക. ടേക്ക് ആൻ എംപ്റ്റി ബക്കറ്റ് ടു കളക്ട് വാട്ടർ യൂസ്ഡ് ഫോർ ഹാൻഡ് വാഷിംഗ്,
അല്ലേ? ഒരു എം ടി ബക്കറ്റ്, കാലിയായിട്ടുള്ള ഒന്നുമില്ലാത്ത എം ടി ആയിട്ടുള്ള ഒരു ബക്കറ്റ് എടുക്കുക. എന്തിന്? കൈകൾ കഴുകാൻ വേണ്ടിയിട്ട്, വാഷ് ചെയ്യാൻ വേണ്ടി. ലെറ്റ് ദി സ്റ്റുഡൻസ് വാഷ് ദർ ഹാൻഡ്സ് ഇൻ ടു ദി ബക്കറ്റ്. എന്നിട്ട് എന്താണ് ഓരോ കുട്ടികളോടും സ്റ്റുഡൻസിനോട് എന്താണ് ബക്കറ്റിലേക്ക് കൈകൾ കഴുകാൻ, വാഷ് ചെയ്യാൻ വേണ്ടി പറയുക. അതായത് ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തു. ഈ ബക്കറ്റിൽ അതിലൊരു ഗ്ലാസ് വെള്ളം ടേബിളിൻ്റെ മുകളിലെടുത്ത് വെച്ചു. ഒരു ബക്കറ്റ് എന്താണ് നമ്മൾ കൈ കഴുകാൻ വേണ്ടിയിട്ട് ഒരു എം ടി ഒന്നുമില്ലാത്ത ബക്കറ്റ് എടുക്കുക. എന്നിട്ട് എന്താണ് ഓരോ കുട്ടികളും വന്ന് കൈ കഴുകുക. അപ്പോൾ കൈ കഴുകുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആഫ്റ്റർ എവരി വൺ ഹാസ് വാഷ്ഡ്, എല്ലാവരും കൈ കഴുകിയതിന് ശേഷം, വാഷ് ചെയ്തതിന് ശേഷം, ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഫ്രം ദി ഹാൻഡ് വാഷ്ഡ് ബക്കറ്റ്. നമ്മൾ കൈ കഴുകിയ ബക്കറ്റില്ലേ, ഈ ബക്കറ്റ്, കൈ കഴുകിയ ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കുക. ആൻഡ് പ്ലേസ് ഇറ്റ് നിയർ ദി ഒതർ ഗ്ലാസ് ഓഫ് വാട്ടർ ആൾറെഡി കെപ്റ്റ് ദർ. നമ്മൾ ആൾറെഡി ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ വച്ചിട്ടുണ്ടല്ലേ, അതിൻ്റെ അടുത്ത് ആ ഗ്ലാസ് വെള്ളം വെക്കുക. അതായത് നമ്മൾ കൈ കഴുകിയ വെള്ളം വെക്കുക. കമ്പയർ ദി വാട്ടർ ഇൻ ബോത്ത് ഗ്ലാസ്. എന്നിട്ട് എന്താണ് അത് രണ്ട് ഗ്ലാസും കമ്പയർ ചെയ്യാൻ, അതായത് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുക, പരസ്പരം നോക്കാൻ, കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. വാട്ട് ഈസ് യുവർ ഫൈൻഡിങ്സ്? നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്? നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്? ഹൗ ഡു യു വാഷ് യുവർ ഹാൻഡ്സ് നൗ? ഇപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ കൈകൾ കഴുകാറ്? നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് കണ്ടത് അല്ലേ? നിങ്ങൾ എന്തൊക്കെ കണ്ടു അല്ലേ? നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് പ്യുവർ വാട്ടർ ഒരു ഗ്ലാസ്സിൽ ഇവിടെ വെച്ചു. ഒരു ഗ്ലാസ് എന്താണ് നമ്മൾ കൈ കഴുകിയ വെള്ളം അല്ലേ, നമ്മളെ കൈകൾ കഴുകിയ വെള്ളം എടുത്തു. ഇതിൻ്റെ രണ്ടിൻ്റെ കളറിൽ എന്താണ് വ്യത്യാസം ഉണ്ടല്ലേ? നിങ്ങൾ കൈ കഴുകിയ വെള്ളത്തിൽ എന്താണ് അണുക്കൾ ഉണ്ടാവും, നിങ്ങളെ കൈമേൽ എന്താണ് ചളിയൊക്കെ ഉണ്ടാവും ഇല്ലേ? അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ മാറിയിട്ടുണ്ടാവും. ഇത് നല്ല വെള്ളമായിട്ടും ഉണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കൈകളിൽ എന്താണ് അഴുക്കുണ്ട്, ഡേർട്ടി ആയിട്ടുള്ള ഹാൻഡ്സാണ്, അണുക്കളുണ്ടാവും, ജെംസ് ഉണ്ടാവുമെന്ന്. വി ക്യാൻ സീ എ കളർ ചേഞ്ച് ഇൻ ദി ഗ്ലാസ് ദാറ്റ് വി വാഷ്ഡ് അവർ ഹാൻഡ്സ് അല്ലേ? നമ്മുടെ ഹാൻഡ്സ് വാഷ് ചെയ്ത ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ ഒരു കളർ ചേഞ്ച്, ഒരു നിറവ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. ഹൗ ഡു യു വാഷ് യുവർ ഹാൻഡ്സ് നൗ? ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൈകൾ കഴുകാറുള്ളത്? ഹൗ ഷുഡ് യു വാഷ് യുവർ ഹാൻഡ്സ് ടു മേക്ക് ദം ക്ലീൻ അല്ലേ? ക്ലീൻ ആവാൻ, നല്ല വൃത്തിയുള്ള കൈകളാവാൻ എങ്ങനെയൊക്കെ കഴുകണം, വാഷ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒബ്സർവ് ദി വേരിയസ് സ്റ്റേജസ് ഓഫ് ഹാൻഡ് വാഷിംഗ് ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദി പിക്ചർ. ഈ പിക്ചറിൽ തന്നിരിക്കുന്ന വേരിയസ് സ്റ്റേജ് അല്ലേ, ഓരോ ഘട്ടങ്ങൾ, നമ്മൾ കൈകൾ എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്, ഹാൻഡ് വാഷിങ്ങിൻ്റെ സ്റ്റെപ്സ്, കൈ എങ്ങനെയൊക്കെയാണ് കഴുകേണ്ടത് എന്നുള്ളതിൻ്റെ വേരിയസ് സ്റ്റേജസ് ആണ്, ഓരോ സ്റ്റെപ്പുകൾ, ഘട്ടങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വെറ്റ് ഹാൻഡ്സ് ആൻഡ് അപ്ലൈ ദി സോപ്പ് അല്ലേ? നമ്മളെന്താണ് കൈ നനക്കുക, കൈ കഴുകിയിട്ട് സോപ്പ് അപ്ലൈ ചെയ്യുക, സോപ്പ് തേക്കുക. റബ് പാംസ് ടുഗദർ ആൻഡ് ക്ലീൻ ദം അല്ലേ? നമ്മുടെ പാംസ്, ഉള്ളം കൈകൾ എന്താണ് റബ്ബ് ചെയ്യുക, രണ്ട് കൈകളും ടുഗദറായിട്ട് ഒരുമിച്ച് റബ്ബ് ചെയ്യുക. ആൻഡ് ക്ലീൻ ദം, എന്നിട്ട് ക്ലീൻ ആക്കുക, വൃത്തിയാക്കുക. തേർഡ് സ്റ്റെപ്പ് ക്ലീൻ ബാക്ക് ഓഫ് യുവർ ഹാൻഡ്സ് ആൻഡ് ബിറ്റ്വീൻ ദി ഫിംഗേഴ്സ് അല്ലേ? ഇനി നമ്മൾ ഉള്ളം കൈ വൃത്തിയാക്കി, ഇനി ബാക്കിലെ നമ്മുടെ കൈയിൻ്റെ ബാക്ക് ഭാഗവും അതുപോലെ ഫിംഗേഴ്സിൻ്റെ വിരലുകൾക്കിടയിലും വൃത്തിയാക്കുക. റബ് ദി നെയിൽസ് നഖങ്ങൾ ഒരതുക, റബ്ബ് ചെയ്യുക. ആൻഡ് ഫിംഗർ ടിപ്സ് ഓൺ ദി പാം, ഫിംഗറിൻ്റെ വിരലിൻ്റെ അറ്റങ്ങൾ, ടിപ്സ് എന്താണ് അല്ലേ, വിരലിൻ്റെ അറ്റങ്ങളും ക്ലീൻ ആക്കുക. നഖങ്ങളും വിരലിൻ്റെ അറ്റങ്ങളും ടിപ്സും ക്ലീൻ ആക്കുക, വൃത്തിയാക്കുക. ഫിഫ്ത്ത് വൺ ക്ലീൻ ദി ഫിംഗേഴ്സ് ആൻഡ് വിസ്റ്റ് ബൈ റബ്ബിംഗ് ദം ഇൻ എ സർക്കുലർ വേ യൂസിങ് ദി ഒതർ ഹാൻഡ് അല്ലേ? എങ്ങനെയാണ് വൃത്തിയാക്കാൻ പറഞ്ഞത്? നിങ്ങളുടെ ഫിംഗേഴ്സും വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാച്ച് കെട്ടുന്ന ഭാഗമല്ലേ, കൈത്തണ്ട, ആ ഭാഗവും റബ്ബ് ചെയ്യാൻ, നല്ലോണം തിരുമ്പാനാണ്. എങ്ങനെ? ഒരു സർക്കുലർ വേയിൽ, ഇങ്ങനെ വട്ടത്തിൽ. യൂസിങ് ദി ഒതർ ഹാൻഡ്, നിങ്ങളുടെ മറ്റേ കൈ ഉപയോഗിച്ചിട്ട് മറ്റേ കൈയിൻ്റെ എന്താണ് ഫിംഗറും വിസ്റ്റൊക്കെ എന്താണ് കൈത്തണ്ടയൊക്കെ നല്ലോണം സർക്കുലർ വേയിൽ, വട്ടത്തിൽ ഇങ്ങനെ നല്ലോണം റബ്ബ് ചെയ്യാൻ, നല്ലോണം ഉരച്ച് കഴുകാൻ. സിക്സ്ത് സ്റ്റെപ്പ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി ഇൻ പ്യുവർ വാട്ടർ അല്ലേ? നല്ല പ്യുവറായിട്ടുള്ള നല്ല വെള്ളത്തിൽ നിങ്ങളെ കൈകൾ നല്ലതുപോലെ കഴുകുക. ആൻഡ് വൈപ്പ് ദം വിത്ത് എ ക്ലീൻ ക്ലോത്ത്, നല്ല ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ള ഒരു തുണിയിൽ തുടയ്ക്കുക, വൈപ്പ് ചെയ്യുക. ഇത്രയാണ് നിങ്ങൾ കൈകൾ കഴുകേണ്ട സ്റ്റെപ്സ്. ഇനി നിങ്ങൾ കൈകൾ കഴുകുമ്പോൾ ഇതുപോലെ കൈ കഴുകുക. ഇവിടെ എന്താണ് ഒരു കുട്ടിയുണ്ടല്ലേ, എന്താണ് പറയുന്നത്? സീ മൈ ഹാൻഡ്സ് ആർ ക്ലീൻ, എൻ്റെ കൈകൾ എന്താണ് ക്ലീൻ ആയിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ട്. ഐ ഹാവ് ട്രിമ്മഡ് ആൻഡ് ക്ലീൻഡ് മൈ നൈൽസ്, ഞാൻ എന്താണ് ട്രിം ചെയ്തിട്ടുണ്ട്, എൻ്റെ നൈൽസ് കട്ട് ചെയ്തിട്ടുണ്ട്, മുറിച്ചിട്ടുണ്ട്. എൻ്റെ അത് ക്ലീൻ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് കൈക്ക് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൈ എന്തായി? നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള കൈകളായി. യു ഷുഡ് ട്രിം ആൻഡ് ക്ലീൻ ദി നൈൽസ് ടു മേക്ക് യുവർ ഹാൻഡ് പെർഫെക്റ്റ്ലി ടൈഡി. നിങ്ങൾ എന്തായാലും എന്താണ് നഖം വെട്ടുകയും ട്രിം ചെയ്യുകയും ക്ലീൻ ചെയ്യുകയും വേണം, എന്നാലേ ഉള്ളൂ നിങ്ങളുടെ കൈകൾ എന്താണ് പെർഫെക്റ്റ് ആയിട്ട് നല്ലോണം വൃത്തിയാവുകയുള്ളൂ. അതർവൈസ് ദി ഡേർട്ട് ദാറ്റ് പൈൽഡ് അപ്പ് അണ്ടർ ദി നൈൽസ് വിൽ റീച്ച് യുവർ സ്റ്റൊമക്ക് വിത്ത് ഫുഡ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ആ ഡേർട്ട്, നഖത്തിൻ്റെ ഉള്ളിലൊക്കെ എന്താണ് ചളികൾ ഉണ്ടാവുമല്ലേ, നമ്മൾ മണ്ണിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ നഖത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചളി നിൽക്കുന്നത് കണ്ടില്ലേ, അത് വെട്ടി കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ ജെംസും അണുക്കളും ചളിയൊക്കെ ഡേർട്ടൊക്കെ എന്താണ് നമ്മുടെ സ്റ്റൊമക്കിലേക്ക്, വയറിലേക്ക് എത്തും.
അലൻ ഹാസ് റിട്ടൺ ഡൗൺ ദി ഐഡിയാസ് ദാറ്റ് ദി ഡോക്ടർ ഗേവ് ഹിസ് ഫെലോ സ്റ്റുഡൻസ്. ലെറ്റ് us റീഡ്. ഡോക്ടർ എന്താണ് കുട്ടികൾക്കായിട്ട് എന്താണ് ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നില്ല, അതിൽ അലൻ കുറച്ച് ആ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അലൻ എഴുതി വെച്ചതാണ് താഴെ തന്നിട്ടുള്ളത്. ഡു നോട്ട് വിയർ ഡേർട്ടി ഓർ വെറ്റ് ക്ലോത്ത്സ്. അല്ലെ, ഡേർട്ടി ആയിട്ടുള്ള അയക്കുള്ളതും നനഞ്ഞതുമായ തുണികൾ ധരിക്കരുത്, വിയർ ചെയ്യരുത്. ജേംസ് വിൽ ഗ്രോ ഇൻ ദം. അവയിൽ എന്താണ് ജേംസ് അണുക്കൾ വളരും, ഗ്രോ ചെയ്യും. യു വിൽ ക്യാച്ച് ഡിസീസസ് ലൈക്ക് സ്കാബീസ് ആൻഡ് റാഷ്. നിങ്ങൾക്ക് അങ്ങനെ നനഞ്ഞതും വൃത്തിയില്ലാത്ത വസ്ത്രങ്ങളും ധരിച്ചാൽ എന്ത് സംഭവിക്കും? ഡിസീസ്, രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എങ്ങനത്തെ രോഗങ്ങൾ? സ്കാബീസ് ചുണങ്ങും, റാഷ് ചൊറിച്ചിലും ചുണങ്ങും ഒക്കെ പോലത്തെ രോഗങ്ങൾ, ഡിസീസ് വരാൻ സാധ്യതയുണ്ട്. അല്ലേ, ചൊറിച്ചിൽ വരില്ലേ നനഞ്ഞതും അതിൽ അയക്കുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ഇട്ടുണ്ടെങ്കിൽ ഒരു ചൊറിച്ചിലുണ്ടാവും. അതേപോലെ തന്നെ ചുണങ്ങ് പോലെയൊക്കെ വരാനുള്ള അങ്ങനത്തെ ഒക്കെ ഡിസീസ് വരും അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. യു ഷുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ യുവർ ടീത്ത് ഇൻ ദി മോർണിംഗ് ആൻഡ് ആഫ്റ്റർ ഡിന്നർ. നിങ്ങൾ എന്തായാലും ബ്രഷ് ചെയ്യണം, നിങ്ങളുടെ പല്ലുകൾ എന്താണ് ബ്രഷ് ചെയ്യണം രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുന്നായിട്ടും. അതായത് ഡിന്നർ കഴിച്ചതിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷവും അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റതിന് ശേഷവും നിങ്ങൾ എന്താണ് ബ്രഷ് ചെയ്യണം. ദി ടീത്ത് വിൽ ഗെറ്റ് ഡാമേജ്ഡ് അതർവൈസ്. അല്ലെങ്കിൽ നിങ്ങളുടെ ടീത്ത് എന്താണ് പല്ലുകൾ നശിച്ചു പോകും, ഡാമേജ് ആയി പോകും, അല്ലെങ്കിൽ കേടുവരും. വൈ ഷുഡ് വി വിയർ മാസ്ക്. എന്തിനാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്? അലൻ ഫോർഗറ്റ് ടു റൈറ്റ് ദി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ക്യാൻ യു ഹെൽപ്പ് ഹിം. അലൻ എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ മറന്നുപോയി. നിങ്ങൾ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? എന്തിനാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്? ദർ ആർ മെനി ജെംസ് ഇൻ ദി എയർ. എയറിൽ, വായുവിൽ എന്താണ് കുറേ ജെംസ് ഉണ്ട്, അണുക്കളുണ്ട്. ജെംസ് എൻ്റർ ടു അവർ ബോഡി വെൻ വി ബ്രീത്ത് ആൻഡ് ഇറ്റ് കോസ് ഡിസീസസ്. ആ ജെംസ് അണുക്കൾ എന്താണ് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ, ശ്വാസം എടുക്കുമ്പോൾ എന്താണ് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അതെന്താവും രോഗം വരാൻ സാധ്യതയാകും. നല്ല അണുക്കൾ പ്രവേശിച്ചാൽ നമുക്ക് എന്താണ് അസുഖങ്ങൾ വരും, അല്ലേ, രോഗം വരും, ഡിസീസ് വരും. സോ വി വിയർ മാസ്ക് ടു പ്രിവെൻറ്റ് ദാറ്റ്. അത് തടയാൻ വേണ്ടി, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാസ്ക് ധരിക്കണം. അല്ലേ, കൊറോണ വൈറസൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അണുക്കൾ ജംസൊക്കെ ഇവിടെ ഉണ്ടാവും. അല്ലേ, നമ്മളത് ബ്രീത്ത് ചെയ്യുമ്പോൾ എന്താണ് അത് നമ്മുടെ മൂക്കിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുമില്ലേ. നമ്മൾ മാസ്ക് ധരിച്ചാൽ എന്താണ്, അല്ലേ, നമ്മുടെ ബോഡിയിലേക്ക് അത് പ്രവേശിക്കില്ല, നമുക്ക് അസുഖങ്ങൾ വരികയുമില്ല. ക്ലീൻ ടീത്ത്. യു നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീനിങ് യുവർ ടീത്ത്. അല്ലേ, നിങ്ങൾക്കറിയാം എന്ത് നമ്മുടെ പല്ല് വൃത്തിയാക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യങ്ങൾ. ഡോൺ യു, നിങ്ങൾക്കറിയില്ലേ? ഡു വി ബ്രഷ് അവർ ടീത്ത് പ്രോപ്പർലി. നമ്മളെന്താണ് അതിൻ്റെ ഒരു ശരിയായ രീതിയിലാണോ ബ്രഷ് ചെയ്യുന്നത് പല്ലുകൾ? ഒബ്സർവ് ദി പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സ് നമുക്ക് നോക്കാം, നിരീക്ഷിക്കാം. അല്ലേ, നമ്മൾ പല്ല് തേക്കുന്നത് ശരിയായ രീതിയിലാണോ? ഹോൾഡ് ദി ബ്രഷ് സ്ലാൻഡേഡ്. അല്ലേ, ഈ പിക്ചറിൽ കാണിക്കുന്നത് പോലെ നല്ലോണം ബ്രഷ് ടൈറ്റാക്കി പിടിക്കുക. ബ്രഷ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്സ്. അല്ലേ, മുന്നോട്ടും പിന്നോട്ടും, ഫോർവേഡായിട്ടും ബാക്ക്വേർഡ്, ഇങ്ങനെ പിറകോട്ടും ഇങ്ങനെ ബ്രഷ് ചെയ്യുക. ബ്രഷ് ദി അപ്പർ ടീത്ത് ഫ്രം ടോപ്പ് ടു ബോട്ടം. അല്ലേ, അപ്പർ ടീത്ത് എന്താണ് മുകളിലുള്ള ടീത്ത്, മുകളിൽ നിന്ന് താഴോട്ട് ബോട്ടത്തിലേക്ക് ഇങ്ങനെ തേക്കുക. ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് തേക്കാൻ പറഞ്ഞു, പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ തേക്കുക. അപ്പർ ടീത്ത് ഫ്രം ദി ടോപ്പ് ടു ബോട്ടം, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ഇങ്ങനെ തേക്കുക. ആൻഡ് ദി ലോവർ ടീത്ത് ഫ്രം ബോട്ടം ടു ടോപ്പ്. ഇനി ലോവർ ടീത്ത്, താഴെയുള്ള ടീത്ത് പല്ലുകൾ എങ്ങനെയാണ് താഴെ നിന്ന് മുകളിലേക്ക്, ബോട്ടം ടു ടോപ്പ്. അല്ലേ, മുകളിലുള്ള പല്ലുകൾ മുകളിൽ നിന്ന് താഴോട്ടും, താഴെയുള്ള പല്ലുകൾ താഴെ നിന്ന് മുകളിലേക്കും തേക്കുക. ബ്രഷ് ദി സർഫസ് ഓഫ് ദി ടീത്ത് യൂസ്ഡ് ഫോർ ചൂയിങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് പ്രോപ്പർലി. ബ്രഷ് ദി സർഫസ് ഓഫ് ദി ടീത്ത് യൂസ്ഡ് ഫോർ ചൂയിങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. അല്ലേ, നമ്മൾ മുന്നോട്ട് ചൂ ചെയ്യാൻ, ചവക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പല്ലുകളില്ലേ, അതിൻ്റെ സർഫസ് ഒക്കെ എന്താണ് ബ്രഷ് ചെയ്യുക. ബ്രഷ് ദി ഇന്നർ സൈഡ് ഓഫ് ടീത്ത്. എന്താണ് ടീത്തിൻ്റെ ഇന്നർ സൈഡ്, ഉൾഭാഗങ്ങളിൽ ബ്രഷ് ചെയ്യുക. ക്ലീൻ ദി ടങ് വിത്ത് ദി ബ്രഷ്. ഇനി നാവ്, ടങ് എന്താണ് ക്ലീൻ ചെയ്യുക ബ്രഷ് ഉപയോഗിച്ചിട്ട്. പ്രസൻറ്റ് ദി എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ക്ലീനിങ് ടീത്ത് ഇൻ ദി ക്ലാസ്. ഇനി എന്താണ് എഫക്റ്റീവ് മെത്തേഡ്, നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഉള്ളത് നിങ്ങളുടെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ, അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മെത്തേഡിലാണ് പല്ല് തേക്കുന്നത്. ഇതുപോലെ ശരിയായി, ഇതാണ് പ്രോപ്പർ വേ പല്ല് തേക്കുന്നതിൻ്റെ, എന്നാലേ പല്ല് ക്ലീൻ ആവുകയുള്ളൂ. ക്ലീൻ ടീത്ത് ആവണമെങ്കിൽ ഉള്ളിലും പുറമേയും എല്ലാ സൈഡും നമ്മൾ തേക്കണം. ക്ലീൻ ബോഡി. ബാത്തിങ് ഈസ് എസെൻഷ്യൽ ടു ക്ലീൻ അവർ ബോഡി. അല്ലേ, ബാത്തിങ്, കുളിക്കുന്നത് എന്താണ് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ബോഡി ക്ലീൻ ആവാൻ. അല്ലേ, നമ്മുടെ ശരീരം വൃത്തിയാവണമെങ്കിൽ എന്താണ് കുളിക്കണം, അല്ലേ, ബാത്ത് ചെയ്യണം. ക്യാൻ യു പ്രസൻറ്റ് ദി വേ യു ബാത്ത് യൂസിങ് ആക്ഷൻസ്. നിങ്ങൾ എങ്ങനെയാണ് കുളിക്കുന്നതെന്ന് ആക്ഷനിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? വാട്ട് ഷുഡ് വി കീപ്പ് ഇൻ മൈൻഡ് വെൻ വി ടേക്ക് എ ബാത്ത്. നമ്മൾ കുളിക്കുമ്പോൾ എന്താണ് നമ്മളെ മനസ്സിൽ കീപ്പ് ചെയ്യേണ്ടത്? അല്ലേ, നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വേണം? ടേക്ക് എ ബാത്ത് ഡെയിലി. അല്ലേ, ഡെയിലി നമ്മൾ കുളിക്കണം. അല്ലേ, നമ്മൾ ഒരു ദിവസം കുളിക്കുമ്പോൾ ഇനി നാളെ കുളിക്കണ്ട, ഇന്നലെ കുളിച്ചില്ലല്ലോ ഇനി ഇന്ന് കുളിക്കാതല്ല, നമ്മൾ എന്നും കുളിക്കണം, എന്നാലേ നമ്മുടെ ബോഡി ക്ലീൻ ആവുള്ളൂ. ശരീരം വൃത്തിയാവണമെങ്കിൽ എന്നും കുളിക്കണം. വാഷ് ആൻഡ് ക്ലീൻ ബോഡി പാർട്സ് പ്രോപ്പർലി വിത്ത് സോപ്പ്. അല്ലേ, നമ്മുടെ ബോഡി പാർട്സ്, ശരീരഭാഗങ്ങൾ എന്താണ്, അല്ലേ, സോപ്പ് ഉപയോഗിച്ച് നല്ലോണം ക്ലീൻ ആക്കണം.
ഡു നോട്ട് ബാത്ത് ഇൻ ഡേർട്ടി വാട്ടർ, അല്ലെ ഡേർട്ടി ആയിട്ടുള്ള അഴുക്കുള്ള വെള്ളത്തിൽ കുളിക്കരുത്. യൂസ് എ ഡ്രൈ ആൻഡ് ക്ലീൻ ടവൽ ടു ഡ്രൈ യുവർ ബോഡി, അല്ലെ നല്ല വൃത്തിയുള്ള ഡ്രൈ ആയിട്ടുള്ള ടവൽ, അല്ലെ ഉണങ്ങിയ ടവൽ ഉപയോഗിച്ച് നമ്മുടെ ബോഡി എന്താണ് നല്ലോണം തുടച്ചെടുക്കണം. ബോഡി നനഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ നനവുണ്ടാവില്ല, അത് ഡ്രൈ ആക്കാൻ ഉണക്കാൻ വേണ്ടി നല്ല മുണ്ട് ഉപയോഗിച്ചിട്ട് നല്ല തുണി ഉപയോഗിച്ചിട്ട് തുടക്കണം. ഡു നോട്ട് യൂസ് ഒതേഴ്സ് ടവൽ, അല്ലേ വേറൊരാളുടെ ടവൽ യൂസ് ചെയ്യരുത്, മുണ്ട് ബാക്കിയുള്ളവർ നമുക്കെന്താണ് നമ്മുടെ ഒരു മുണ്ട് വേണം, ബാക്കിയുള്ളവർ ഉപയോഗിച്ച മുണ്ടെടുത്ത് നമ്മൾ ഉപയോഗിക്കരുത്. വാഷ് ആൻഡ് ഡ്രൈ ദി ടവൽ ആഫ്റ്റർ യൂസ്, നമ്മൾ തുടച്ചൊക്കെ കഴിഞ്ഞ് നമ്മളെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മുടെ ടവൽ എന്താണ് നല്ലോണം കഴുകി ഡ്രൈ ആക്കണം, ഉണക്കണം. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദി പ്രോപ്പർ വേസ് ഓഫ് വാഷിംഗ് ഹാൻഡ്സ്, ബ്രഷിംഗ് ടീത്ത് ആൻഡ് ബാത്തിങ്, നിങ്ങൾക്കതിൻ്റെ ശരിയായ രീതികൾ മനസ്സിലായോ? എന്തിൻ്റെയൊക്കെ വാഷിംഗ് ഹാൻഡ്സ് കൈ കഴുകുന്നതിൻ്റെ, പല്ല് തേക്കുന്നതിൻ്റെ, ബാത്തിങ്ങിലെ കുളിക്കുന്നതിൻ്റെ ഒക്കെ ശരിയായ മെത്തേഡ്സ് പ്രോപ്പർ വേസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പ്ലീസ് ഡിസ്കസ് വാട്ട് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് പേഴ്സണൽ ഹൈജീൻ വിത്ത് ഫാമിലി മെമ്പേഴ്സ്, നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുടെ വീട്ടിലുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക, അല്ലേ നമ്മുടെ പേഴ്സണൽ ഹൈജീന് വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുടെ കുടുംബത്തിൽ വീട്ടുകാരുമായി ചർച്ച ചെയ്യുക. ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ ഈസ് ദി റീസൺ ഫോർ മെനി ഡിസീസസ്, അല്ലെ കുറേ രോഗങ്ങൾക്ക് ഡിസീസസിൻ്റെ കാരണം എന്താണ്, റീസൺ എന്താണ്? നമ്മുടെ പേഴ്സണൽ ഹൈജീൻ്റെ ലാക്കാണ്, ഇല്ലായ്മയാണ്. അതായത് വ്യക്തി ശുചിത്വം വൃത്തിയില്ലാത്തത് കൊണ്ടാണ് അധിക അസുഖങ്ങളും നമുക്ക് വരുന്നത്. ഡിസെൻട്രി, കോൾഡ്, സ്കാബീസ്, റാഷ് എക്സെട്ര ആർ സം ഓഫ് ദീസ് ഡിസീസസ്. അതുപോലെ നമുക്ക് വരുന്ന വൃത്തിയില്ലായ്മ കൊണ്ടുവരുന്ന കുറച്ച് ഡിസീസസ് ആണ്, രോഗങ്ങളാണ്. ഡിസെൻട്രി വയറിളക്കം, കോൾഡ് ജലദോഷം, സ്കാബീസ് ചുണങ്ങ്, റാഷ് ചൊറിച്ചിലല്ലേ, ചൊറിച്ചിലൊക്കെ നമ്മൾ കുളിക്കാത്ത വൃത്തിയില്ലായ്മ, നമുക്ക് വൃത്തിയില്ലാതെ ഉണ്ടായാൽ സ്കാബിസ് അല്ലേ, ചുണങ്ങും ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ കുളിച്ചില്ലെങ്കിൽ. അതുപോലെ വയറിളക്കം, നമ്മൾ വൃത്തിയില്ലാതെ എന്തെങ്കിലും എടുത്തൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറുവേദനയും വയറിളക്കമൊക്കെ ഉണ്ടാവും. അങ്ങനെ വൃത്തിയില്ലായ്മ കൊണ്ടുണ്ടാകുന്ന കുറച്ച് ഡിസീസസിൻ്റെ നെയിംസാണ് ഇത്. വി ക്യാൻ കീപ് മെനി ഡിസീസസ് എവേ ഇഫ് വി മെയിൻറ്റെയിൻ ഹൈജീൻ, അല്ലെ നമ്മൾ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ, നമ്മളെ ഹൈജീൻ വ്യക്തി ശുചിത്വം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ, നല്ല വൃത്തിയോടെ നടന്നാൽ നമുക്ക് കുറേ രോഗങ്ങളെ നമുക്ക് ദൂരെ നിർത്താൻ കഴിയും, അതായത് രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിയും. ദി ഡിസിഷൻ ഐ മസ്റ്റ് ടേക്ക് ടു മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, അല്ലെ പേഴ്സണൽ ഹൈജീൻ വ്യക്തി ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ഡിസിഷൻസ് ആണ്, എന്തൊക്കെ തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്, നമ്മൾ വൃത്തിയായിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? കട്ട് നെയിൽസ് അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ നഖം വെട്ടണം. ബാത്ത് എവറി ഡേ, എല്ലാ ദിവസവും കുളിക്കണം. ബ്രഷ് ടീത്ത് എവറി മോർണിംഗ് ആൻഡ് നൈറ്റ്, എല്ലാ ദിവസവും രാവിലെയും രാത്രിയും പല്ല് തേക്കണം. വാഷ് ഹാൻഡ്സ് ഫ്രീക്വൻലി വിത്ത് സോപ്പ്, ഇടയ്ക്കിടയ്ക്ക് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. മൈ ഹൈജീൻ മൈ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ശുചിത്വം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ വൃത്തി, അല്ലേ നമ്മുടെ വൃത്തി എന്താണ്, നമ്മുടെ ബാധ്യതയാണ്. എന്നാലേ നമുക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അല്ലേ. അപ്പോൾ എല്ലാവരും നഖം വെട്ടിയും എല്ലാ ദിവസവും കുളിച്ചും കൈകൾ കഴുകിയും പല്ല് തേച്ചും വൃത്തിയുള്ളവരാവുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം.